Hi everyone, this is CMA Afsal Alungal here. Before starting the video, please hit the like button and subscribe to my channel for more CMA related updates. പല സ്റ്റുഡൻസും മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സർ, ഞങ്ങൾ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, കഴിഞ്ഞ അറ്റംപ്റ്റിനൊക്കെ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ 2-3 അറ്റംപ്റ്റായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല, പാസ്സാവുന്നില്ല എന്ന് പറഞ്ഞ് പല സ്റ്റുഡൻസും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, അതിൻ്റെ ഉത്തരം കിട്ടുന്നതോടുകൂടി അവരെന്തുകൊണ്ട് ഫെയിലായി എന്നതിൻ്റെ റീസൺ അതിൽ തന്നെ ഉണ്ടാവും. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ പ്രോബ്ലം വരുന്ന പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചാണോ പഠിക്കാറ്, എഴുതിയാണോ പഠിക്കാറ്? അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോസ്റ്റിംഗ് ഒരു സബ്ജക്റ്റ് എടുത്തു, അതിൽ മെറ്റീരിയൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്തു, ഇപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി മെറ്റീരിയൽ നോക്കും, അല്ലെങ്കിൽ എവിടെയാണ് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത് ആ മെറ്റീരിയലിൽ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടാവും. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് തീരുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണ് എങ്ങോട്ട് പോകും? ആൻസറിലേക്ക് പോകും. രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ വായിച്ചു എന്നിട്ട് ആൻസറിൽ നിന്ന് നമ്മളിങ്ങനെ ഇത് ഇവിടെ വന്നു, ഇതാണ് ഫിഗർ, ഓർഡറിങ് കോസ്റ്റ് ഇതാണ്, ക്യാരിയിങ് കോസ്റ്റ് ഇതാണ്, ഓക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്ലിയർ ആണ്, ഓക്കെ കിട്ടി, ചെയ്യാൻ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പഠിക്കാറുള്ളത്. ഇങ്ങനെ എല്ലാ ചാപ്റ്ററും, ഞാനൊരു എക്സാമ്പിളാണ് കോസ്റ്റിംഗ് പറഞ്ഞത്, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇങ്ങനെ തന്നെയാണ് കുട്ടികൾ ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം പരീക്ഷയ്ക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമിന് 3 പ്രോബ്ലമാണ് ഉണ്ടാവുക. ഒന്ന്, നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങണം. അക്കൗണ്ട്സിനായാലും ഏത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റിനായാലും എവിടെ തുടങ്ങണം എന്നൊരു ഡൗട്ട് വരും. കാരണം നമ്മൾ ചെയ്ത് പഠിച്ചെങ്കിലല്ലേ ആ ഒരു ഫ്ലോ, നമുക്ക് എഴുത്തിനുള്ള സ്പീഡ്, പരീക്ഷയ്ക്ക് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. 100 മാർക്കിന് 3 മണിക്കൂർ കൊണ്ട് എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്പീഡിൽ നമ്മൾ എഴുതണം, നമുക്ക് ആലോചിച്ചിരിക്കാനുള്ള സമയമില്ല എന്നൊക്കെ നമുക്ക് ബോധമുണ്ട്. പക്ഷേ ആ ഒരു ഫ്ലോ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണ്ടേ? ചെയ്തിട്ടില്ല. രണ്ടാമത്തെ പ്രോബ്ലം, പകുതിയായി സ്റ്റക്കായി. അതായത് പകുതി വരെ നമ്മൾ പോന്നിരുന്നു, ഇടയ്ക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നപ്പോൾ സ്റ്റക്കായി. അപ്പം അങ്ങനെ തോന്നുകയാണ്, എന്തായിരുന്നു ഇത് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാനത് ചെയ്ത് പഠിച്ചിട്ടില്ല. അന്ന് വായിച്ചപ്പോൾ എനിക്കിതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ലാസ് കണ്ട സമയത്ത് എനിക്ക് ഫാക്കൽറ്റി അത് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പ്രാക്ടീസ് ചെയ്തെങ്കിലല്ലേ ഇതെന്ത് ചെയ്യുള്ളൂ, നമുക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. അതില്ല. 2, മൂന്നാമത്തെ പ്രോബ്ലം തിയറി പേപ്പറുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പ്രാക്ടിക്കൽ പേപ്പറുകൾ നമ്മൾ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നതിലേറെ എഴുതി പഠിക്കേണ്ട സംഗതിയാണ് തിയറി പേപ്പറുകൾ. ഇപ്പോൾ ലോ പോലെ, ഓഡിറ്റ് പോലെ, SM പോലെയൊക്കെയുള്ള തിയറി പേപ്പറുകൾ നമ്മൾ വായിച്ചങ്ങനെ പോവും, ക്ലാസ് അങ്ങനെ കേൾക്കും, നമുക്ക് മനസ്സിലാവാത്തതായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, കഥ കേൾക്കുന്ന പോലെ നമ്മൾ കേൾക്കും. പക്ഷെ അതിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത്, ഇത് എഴുതി പിടിപ്പിച്ചെങ്കിലല്ലേ പേപ്പർ നോക്കുന്ന ആൾക്ക് ആ പേപ്പറിലുണ്ടെങ്കിലല്ലേ മാർക്ക് തരാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് അത് പറഞ്ഞു തരാൻ പറഞ്ഞാൽ മേ ബി നിങ്ങൾ അതിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്തതിലേറെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ഒരു ലാംഗ്വേജ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ കൂടി നമുക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് ചിലപ്പോൾ ആക്ച്വലി വന്നോളണമെന്നില്ല. ഇത് തീർക്കാൻ എന്താ മാർഗം? നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കണം, ആൻസർ നമ്മൾ എഴുതണം, എന്നിട്ട് നമ്മൾ എഴുതിയ ആൻസറും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സജസ്റ്റഡ് ആൻസറും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടാത്തത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്ര വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്, ഞാനത് എഴുതിയിട്ടില്ല, അപ്പോൾ എന്ത് തെറ്റുകളാണ് വന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആ തെറ്റുകൾ ഞാൻ തീർക്കണം. അങ്ങനെ എഴുതി എന്നെ ഇത് ശരിയാവുള്ളൂ. ഒരിക്കലും വായിച്ചു പോയാൽ ശരിയാവില്ല. അപ്പം ഞാൻ പഠിച്ചിട്ട് പാസ്സാവുന്നില്ല എന്ന് പറയുന്ന കുട്ടികളോട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും ചോദിക്കും, തിയറി ക്വസ്റ്റ്യനിലും നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന റീസൺ കേട്ടാൽ തന്നെ പറയാം, ഇതുകൊണ്ടാണ് നിങ്ങൾ ഫെയിലായത്. പഠിച്ചിട്ടുണ്ട്, പക്ഷേ പാസ്സാവേണ്ടത് എക്സാമിന് പേപ്പറിൽ ഉണ്ടെങ്കിലേ പാസ്സാവുള്ളൂ. ആ പേപ്പറിൽ ഉണ്ടാവാനുള്ള പഠനം നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പം ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം, ടൈം വെച്ചിട്ട് തന്നെ എഴുതി പഠിക്കണം. ഇതുവരെ ഇപ്പോൾ ചില കുട്ടികളൊന്നും മെയിൻ എക്സാമിന് മുമ്പ് ഒരു 3 മണിക്കൂർ 100 മാർക്കിൻ്റെ പരീക്ഷ സീരിയസ്നെസ്സിൽ എഴുതാത്ത കുട്ടികൾ പോലും ഉണ്ട്. അവർ ആദ്യമായിട്ട് ആ 3 മണിക്കൂറിൻ്റെ പരീക്ഷ എഴുതുന്നത് എപ്പോഴാണ്?
മെയിൻ എക്സാം നടക്കുമ്പോൾ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം നടക്കുമ്പോഴാണ്, അപ്പോഴാണ് അവർക്ക് പല പ്രശ്നങ്ങളും ബോധ്യപ്പെടുന്നത്. എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, സ്റ്റക്ക് ആവുന്നുണ്ട്, ചിലത് കിട്ടുന്നില്ല, എഴുത്തിന് പ്രശ്നമുണ്ട്, എങ്ങനെ എഴുതണം എന്ന് ഡൗട്ട് വരുന്നുണ്ട്, കോളം വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട്, 5 കോളം വേണ്ടിടത്ത് 4 കോളം വരച്ച് വെട്ടി വീണ്ടും 5 കോളം വരക്കണം ആവശ്യം വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ നിങ്ങളോട് ഉദ്ദേശിച്ചത്. സോ ആ രീതിയിൽ പഠിച്ചാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തായാലും പാസ്സാവും. ഓക്കെ, താങ്ക് യു.